ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നീക്കങ്ങളിൽ സൈപ്രസ് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൈപ്രസ് സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി കാനഡയ്ക്ക് തിരിച്ചു. 2027 ജനസംഖ്യാ കണക്കെടുപ്പിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. കൊട്ടിക്കലാശം ആവേശകരമാക്കാനൊരുങ്ങി മുന്നണികൾ. സംസ്ഥാനത്ത് കനത്ത മഴയിൽ വ്യാപക കെടുതികൾ. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഹമ്മദാബാദ് വിമാനാപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഉന്നതതല സമിതി ഇന്ന് ആദ്യ യോഗം ചേർന്നു. വാർത്തകൾ വിശദമായി. ജനാധിപത്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ അടിയുറച്ച ബന്ധമാണ് ഇന്ത്യയ്ക്കും സൈപ്രസിനുമിടയിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോഡുലൈറ്റ്സുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രതിരോധം, സുരക്ഷ, സാങ്കേതികവിദ്യ തുടങ്ങിയ വിഷയങ്ങൾക്ക് പുറമെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ പങ്കാളിത്തം, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി എന്നിവയും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ഭീകരതയ്ക്കെതിരായ നീക്കങ്ങളിൽ ഇന്ത്യയ്ക്ക് സൈപ്രസ് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തതായി പ്രധാനമന്ത്രി പറഞ്ഞു. क्रॉस बॉर्डर टेररिज्म के विरुद्ध भारत की लड़ाई में साइप्रस के सतत समर्थन के लिए हम बहुत बहुत आभारी हैं. आतंकवाद, ड्रग्स और आर्म्स की तस्करी की रोकथाम के लिए हमारी एजेंसीज के बीच रियल टाइम इंफॉर्मेशन एक्सचेंज का मैकेनिज्म तैयार किया जाएगा. സൈപ്രസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ഓഫ് മക്കാരിയോസ് സൈപ്രസ് പ്രസിഡന്റിൽ നിന്നും ശ്രീ മോദി ഏറ്റുവാങ്ങി. സൈപ്രസ് സന്ദർശനം പൂർത്തിയാക്കി കാനഡയിലേക്ക് തിരിച്ച അദ്ദേഹം G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. വിദേശ പര്യടനത്തിന്റെ 3ാം പാദത്തിൽ ശ്രീ മോദി ക്രൊയേഷ്യ സന്ദർശിച്ച് ഉന്നത നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. 2027 ജനസംഖ്യാ കണക്കെടുപ്പിനുള്ള ഗസറ്റ് വിജ്ഞാപനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ചു. ഇതാദ്യമായാണ് രാജ്യത്ത് പൊതു സെൻസസിനൊപ്പം ജാതി സെൻസസും നടപ്പാക്കുന്നത്. 2027 മാർച്ച് 1-നാണ് കണക്കെടുപ്പ് ആരംഭിക്കുക. ജമ്മുകശ്മീർ, ലഡാക്ക്, ഹിമാചൽ, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ 2026 ഒക്ടോബർ 1-ന് നടപടിക്രമങ്ങൾ ആരംഭിക്കും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. കൊട്ടിക്കലാശം ആവേശകരമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുന്നണികൾ. വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 23-ന് നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു. നാളത്തെ ഒരു പകൽ തീരുന്നതോടെ പ്രചാരണം കൊട്ടിക്കലാശിക്കുന്ന നിലമ്പൂരിൽ രാഷ്ട്രീയത്തിനും വികസനത്തിനും അപ്പുറത്തായി മുന്നണികളുടെ മത സാമുദായിക ബന്ധങ്ങളാണ് അവസാന മണിക്കൂറുകളിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമാകുന്നത്. കോൺഗ്രസിനും മുസ്ലിം ലീഗിനും മണ്ഡലത്തിലുള്ള സ്വാധീനം വോട്ടായി മാറിയാൽ വിജയം നിഷ്പ്രയാസമാണെന്ന് UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൌക്കത്ത് പറയുന്നു. മുഖ്യമന്ത്രിയുടെ പൊതുയോഗങ്ങളിൽ മഴയെ കൂസാതെ എത്തിച്ചേർന്ന ജനാവലി നിലമ്പൂരിൽ തുടർച്ചയായി LDF വിജയത്തിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ സൂചനയാണെന്ന് സ്ഥാനാർത്ഥി M സ്വരാജ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരുടെ സാന്നിധ്യം BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജിന്റെ പ്രചാരണത്തിന് കരുത്തു പകർന്നു. മുന്നണി സ്ഥാനാർത്ഥികളെ കൈവിട്ട് ജനം തനിക്കൊപ്പം നിൽക്കുമെന്നും സ്വാധീനം തെളിയിക്കുമെന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറും അടിവരയിടുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനെത്തുന്നവർ പോളിംഗ് ബൂത്തുകളിൽ മൊബൈൽ ഫോണുമായി പ്രവേശിക്കുന്നത് കേന്ദ്ര മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയുമാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മീൻപിടുത്തം നിരോധിച്ചു. മലയോര മേഖലയിലേക്കുള്ള രാത്രിയാത്രയ്ക്കും വിനോദസഞ്ചാരത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരള തീരത്ത് നാളെ രാത്രി വരെ ശക്തമായ തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. വിവിധ ജില്ലകളിൽ മഴക്കെടുതികൾ രൂക്ഷം. കനത്ത മഴയിൽ കണ്ണൂർ ജില്ലയിൽ ഇന്നലെയും ഇന്നുമായി 9 വീടുകൾ ഭാഗികമായി തകർന്നു. കൊട്ടിയൂർ വൈശാഖ ഉത്സവത്തിനെത്തിയ ഒരാൾ പുഴയിലകപ്പെട്ട് കാണാതായെന്ന് സംശയിക്കുന്നു. കഴിഞ്ഞ ദിവസം ബാവലിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ കാഞ്ഞങ്ങാട് സ്വദേശിയെയും കാണാതായിരുന്നു. പാലക്കാട് മണ്ണാർക്കാട് വീടിന്റെ ഭിത്തി തകർന്ന് ദേഹത്ത് വീണ് വയോധിക മരിച്ചു. ഇടുക്കി കൊന്നത്തടി പഞ്ചായത്തിൽ ശക്തമായ കാറ്റിലും മഴയിലും വീടിന് മുകളിലേക്ക് മരം വീണ് മേൽക്കൂര തകർന്നു. കനത്ത മഴയെ തുടർന്ന് ആലുവ മണപ്പുറത്തെ ശിവക്ഷേത്രം പൂർണ്ണമായി മുങ്ങി. കാസർഗോഡ് കയ്യാർ വില്ലേജിൽ 7 വയസ്സുള്ള കുട്ടി തോട്ടിൽ വീണ് മരിച്ചു.
ചെർക്കള ബെവിഞ്ച ഭാഗത്ത് ദേശീയപാത 66-ൽ മണ്ണിടിച്ചിലുണ്ടായി. പ്രദേശത്ത് വാഹനഗതാഗതം താൽക്കാലികമായി നിരോധിച്ചിരിക്കുകയാണ്. അതിതീവ്ര മഴ തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. കാസർഗോഡ് മഞ്ചേശ്വരം മോഗ്രാൽ പുഴകളിൽ പ്രളയ സാധ്യതയെ തുടർന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പെരുമ്പ, ഉപ്പള, നീലേശ്വരം, മണിമല ആറുകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. വാമനപുരം, കരമന, പമ്പ, അച്ചൻകോവിൽ, തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളിൽ ഉൾപ്പെടെ മഞ്ഞ അലർട്ട് നൽകിയിട്ടുണ്ട്. ഈ നദികളുടെ തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാൻ പാടില്ലെന്നും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കടലാക്രമണം ശക്തമായതിനെ തുടർന്ന് വിനോദസഞ്ചാരികളെ കടൽ തീരത്ത് നിന്ന് മാറ്റി. തീരത്തിന്റെ പകുതിയോളം ഭാഗത്ത് കടൽ കയറി. ശക്തമായ മഴയെ തുടർന്ന് പാപനാശം കുന്നുകൾ ഇന്നലെ ഇടിഞ്ഞിരുന്നു. അഹമ്മദാബാദ് വിമാന അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഉന്നതതല സമിതി ഇന്ന് ആദ്യ യോഗം ചേർന്നു. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹന്റെ അധ്യക്ഷതയിലുള്ള സമിതിയിൽ സിവിൽ ഏവിയേഷൻ സെക്രട്ടറി ഉൾപ്പെടെ അംഗങ്ങളാണ്. 3 മാസത്തിനുള്ളിൽ സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങളും സമിതി തയ്യാറാക്കും. നൈപുണ്യ വികസന പരിപാടികൾക്കായി കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സഹായം അനുവദിക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കേന്ദ്രമന്ത്രി ജയന്ത് ചൌധരിയുടെ അധ്യക്ഷതയിൽ ഹൈദരാബാദിൽ ചേർന്ന ദക്ഷിണേന്ത്യൻ തൊഴിൽ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ഇക്കാര്യം ആവശ്യപ്പെട്ട് ശ്രീ ശിവൻകുട്ടി കേന്ദ്രമന്ത്രിക്ക് നിവേദനവും നൽകി. ജൂണിലെ ക്ഷേമ പെൻഷൻ വിതരണം ഈ മാസം 20-ന് ആരംഭിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. 62 ലക്ഷത്തിലധികം 1600 രൂപയാണ് പ്രതിമാസ പെൻഷനായി ലഭിക്കുക. ഭാരതാംബയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ രാജ്ഭവന് മുന്നിൽ SFIയുടെ പ്രതിഷേധം. രാജ്ഭവന്റെ ഉള്ളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച SFI പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. ഗാന്ധിജിയുടെയും അംബേദ്കറുടെയും ചിത്രങ്ങളുമായി എത്തിയ SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തോടനുബന്ധിച്ച് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിനു കീഴിലുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. തിരുവനന്തപുരം നെട്ടയം ശ്രീ ശാരദ കോളേജ് ഓഫ് നഴ്സിംഗിൽ നടന്ന പരിപാടിയുടെ ഭാഗമായി യോഗ പരിശീലനം, ബോധവൽക്കരണ ക്ലാസ്, മാജിക് ഷോ എന്നിവ നടന്നു. CBC അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷത വഹിച്ചു. മാലിന്യ സംസ്കരണത്തിൽ സംസ്ഥാനം കൈവരിച്ച നേട്ടങ്ങൾ വിലയിരുത്തുന്നതിനുള്ള സ്വച്ഛ് സർവേക്ഷൺ ഗ്രാമീൺ സർവേക്ക് നാളെ തുടക്കമാകും. രാജ്യത്ത് തെരഞ്ഞെടുത്ത 21,000 വില്ലേജുകളിലാണ് പരിശോധന. കേരളത്തിൽ 450 വില്ലേജുകളിൽ പരിശോധന നടക്കും. വീടുകൾ, തദ്ദേശ ഭരണ സ്ഥാപന ഓഫീസുകൾ, സ്കൂളുകൾ, അങ്കണവാടികൾ, പൊതുസ്ഥലങ്ങൾ, മാർക്കറ്റുകൾ, ആരാധനാലയങ്ങൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളും ശുചിത്വ നിലവാരവും സർവേയുടെ ഭാഗമായി പരിശോധിക്കും. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിന്റെ 5 കിലോമീറ്റർ ചുറ്റളവിൽ മൈക്രോലൈറ്റ് എയർക്രാഫ്റ്റ്, എയ്റോ മോഡലുകൾ, പാരാഗ്ലൈഡറുകൾ, ആളില്ലാ വ്യോമ സംവിധാനങ്ങൾ, ഡ്രോണുകൾ, പവർ ഹാൻഡ് ഗ്ലൈഡറുകൾ, ലേസർ രശ്മികൾ, ഹോട്ട് എയർ ബലൂണുകൾ എന്നിവയുടെ ഉപയോഗം നിരോധിച്ച് എറണാകുളം ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ഈ ഉപകരണങ്ങളുടെ അനധികൃത ഉപയോഗം വിമാനങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കേരള ഹിന്ദി പ്രചാർ സഭയുടെ ആചാര്യ B.Ed കോഴ്സിന്റെ ബിരുദ സമർപ്പണ സമ്മേളനം ഗവർണർ മോഹനൻ കുന്നുമൽ അധ്യക്ഷത വഹിക്കും. തിരുവനന്തപുരം കരമനയിൽ ദമ്പതിമാർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ SBI വഞ്ചൂർ ബ്രാഞ്ചിന് മുന്നിൽ VSDPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. ആത്മഹത്യയ്ക്ക് കാരണം ബാങ്കാണെന്ന് ആരോപിച്ചായിരുന്നു ദമ്പതിമാരുടെ മൃതദേഹങ്ങളുമായി എത്തി പ്രതിഷേധിച്ചത്. കനത്ത സാമ്പത്തിക ബാധ്യതയാണ് സതീഷ് ബിന്ദു ദമ്പതിമാരുടെ ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സിക്കിൾ സെൽ രോഗത്തിനെപ്പറ്റിയുള്ള അവബോധം ശക്തിപ്പെടുത്തുന്നതിനായി അറിയാം അകറ്റാം അരിവാൾ കോശ രോഗം എന്ന പേരിൽ 1 വർഷം നീളുന്ന പ്രത്യേക ക്യാമ്പയിൻ സംസ്ഥാനത്ത് സംഘടിപ്പിക്കുന്നു. ആരോഗ്യവകുപ്പും ഗോത്രവർഗ്ഗ വകുപ്പും ചേർന്ന് സംഘടിപ്പിക്കുന്ന ക്യാമ്പയിന്റെ ലോഗോ പ്രകാശനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ആശ്വാസകിരണം പദ്ധതി ഗുണഭോക്താക്കൾക്ക് തുടർ ധനസഹായം ലഭിക്കുന്നതിനായി അപേക്ഷ ക്ഷണിക്കുന്നു. നിശ്ചിത മാതൃകയിലുള്ള ലൈഫ് സർട്ടിഫിക്കറ്റ് ഇതിനായി ഹാജരാക്കേണ്ടതാണ്. അടുത്ത മാസം 15-നകം അപേക്ഷ സമർപ്പിക്കണം. ഈ വർഷം മാർച്ച് 31-നു ശേഷം ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചവർക്ക് ഇത് ബാധകമല്ല. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നീക്കങ്ങളിൽ സൈപ്രസ് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൈപ്രസ് സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി കാനഡയ്ക്ക് തിരിച്ചു. 2027-ലെ ജനസംഖ്യാ കണക്കെടുപ്പിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം.
നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. കൊട്ടിക്കലാശം ആവേശകരമാക്കാനൊരുങ്ങി മുന്നണികൾ. സംസ്ഥാനത്ത് കനത്ത മഴയിൽ വ്യാപക കെടുതികൾ. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഹമ്മദാബാദ് വിമാനാപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഉന്നതതല സമിതി ഇന്ന് ആദ്യ യോഗം ചേർന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.